ഇന്ന് രാവിലെ മുതൽ നിർത്താതെ നല്ല മഴയാണ്. ഇങ്ങനെ മഴയുള്ള ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് രാവിലെ നല്ല മടിയായിരിക്കും കേട്ടോ. മടി മാത്രമല്ല, പുതച്ച് മൂടി കിടന്നുറങ്ങാൻ തോന്നും, നല്ല തണുപ്പല്ലേ. പിന്നെ അതുപോലെ നന്നായിട്ട് വിശക്കുകയും ചെയ്യുവേ. അങ്ങനെ നമുക്ക് മീഷോയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കാർപ്പറ്റ് ആയിരുന്നേ. അത് സെറ്റിയുടെ ആ വശത്തോട്ട് ഇടാൻ വേണ്ടി ഞാൻ ഒരെണ്ണം ബുക്ക് ചെയ്തതായിരുന്നു. 300 സംതിങ് രൂപയായിരുന്നു റേറ്റ് വരുന്നത്. ഞാൻ ഓർത്തു അത്യാവശ്യം വലിപ്പമേ കാണത്തുള്ളൂ എന്ന് ഓർത്തേ, പക്ഷെ വന്നപ്പോൾ നല്ല വലിപ്പം ഉണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളിലും ഒരു ബെഡ്ഷീറ്റിൻ്റെ ഒക്കെ അത്രയൊക്കെ തോന്നുന്ന പോലെ നല്ല വലിപ്പമായിരുന്നു കേട്ടോ. ഞാൻ നിലത്തിട്ട് നോക്കിയപ്പോഴത്തേക്കും, ആദ്യം ഇങ്ങനെ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം നമ്മുടെ ഫ്രണ്ടിലത്തെ കാർപ്പറ്റുമായിട്ട് ഒട്ടും ഇതാവുന്നില്ലായിരുന്നേ. പിന്നെ ഞാൻ ചെരിച്ചിട്ട് നോക്കി. ചെരിച്ചിട്ടപ്പോൾ കുഴപ്പമില്ല, എന്നാലും കുറച്ചും കൂടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല, അത്ര ഭാഗം ചെളി പിടിക്കാതിരുന്നോളും. പിന്നെ മഴ പിടിക്കുമ്പോൾ ഉള്ളതാണല്ലോ നമുക്ക് ഈ സ്റ്റാൻഡും തുണിയും വീടിനകത്തല്ലേ, അല്ലാതെ നമ്മൾ എവിടെ കൊണ്ടിടാനാ. അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ സ്റ്റാൻഡ് അല്ല ഇത് എനിക്ക് കുറച്ച് തുണിയൊക്കെ മടക്കാൻ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഏകദേശം പണിയൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്നത് നോക്കിയിരിക്കുക. ഇവിടെ ഇപ്പോൾ മഴ പെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗം നനയും കേട്ടോ. പിന്നെ ഞാൻ ആ ഭാഗം വെള്ളം അങ്ങ് തുടച്ച് മാറ്റും. പിന്നെ വെള്ളിയാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് രാവിലെ സ്കൂളിൽ നെയ്ച്ചോറൊക്കെ ആയിരുന്നേ. അതാകുമ്പോഴത്തേക്കും നെയ്ച്ചോറും പരിപ്പ് കറിയും ചിക്കൻ വറുത്തതും ചിക്കൻ കറിയും അച്ചാറും സലാഡൊക്കെ ആയിരുന്നു. അങ്ങനെ അത് കൂട്ടി ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുറച്ച് ശർക്കര ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് തേങ്ങയും കൂടി അതിലോട്ട് ചിരണ്ടി ഇട്ടിട്ട് ഞാൻ ചുമ്മാ ഗോതമ്പ് കൊണ്ടുള്ള കൊഴക്കട്ടയും പിന്നെ കടിഞ്ചായയില്ലേ, നമ്മുടെ കടിഞ്ചായയും കൂടി സെറ്റാക്കാമെന്നാണ് ഓർത്തെ. കുട്ടികൾക്കും കഴിക്കാൻ, നമ്മുടെയും വിശപ്പ് മാറുമല്ലോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഗോതമ്പ് കൊണ്ട് ഇങ്ങനെ കൊഴക്കട്ട ഉണ്ടാക്കി നോക്കിയത്. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നമുക്കൊരു സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ നല്ല കടിഞ്ചായയും വെച്ചിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് കൂടി. കടിഞ്ചായ, കട്ടൻ ചായ, സുലൈമാനി, അങ്ങനെയൊക്കെ പല പേരിലാണല്ലോ ഇങ്ങനെ ഇതറിയപ്പെടുന്നത്. ഞാൻ അതിനകത്ത് എപ്പോഴും ഇഞ്ചി ഇട്ടിട്ടാണ് വെക്കുന്നത്. ഇന്നിപ്പോൾ തൽക്കാലം അതൊന്നും ഇടാൻ നിന്നില്ല, ഒരു കടിഞ്ചായ പോലെ അങ്ങ് വെച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ ഗോതമ്പ് കൊണ്ട് പെട്ടെന്ന് തോന്നിയതാണ് കേട്ടോ, ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുത്തു. നന്നായിട്ടൊന്ന് മാവ് കുഴച്ച് ശർക്കരയും തേങ്ങയും പിന്നെ ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട് സെറ്റാക്കി എടുത്തായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ കുറച്ചൊരു കട്ടി തോന്നി, എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം നമ്മൾ ഈ കുഴക്കട്ടയും കടിഞ്ചായയുമായിരുന്നേ. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും വീട് വരെ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ. അവിടെ അമ്മയുടെ കുറച്ച് ചെടികളും കൃഷികളും കണ്ടപ്പോൾ ചുമ്മാ എടുത്തതാണ്. ചുമ്മാ മഴയൊക്കെ ആയിട്ട് വീട്ടിനകത്ത് തന്നെ ഇരിക്കുമല്ലായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഒന്ന് അനീത്തിയും വന്നിട്ടുണ്ടായിരുന്നു. അവളും പിന്നെ എല്ലാവരും കൊച്ചുമൊക്കെ വന്നതുകൊണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരം പോയി അവിടെ പോയി ഇരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ വാതിക്കെ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പം ഞാനിങ്ങനെ ചുമ്മാ അതെടുത്തതാണ്. പച്ചമുളകൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ പച്ചമുളക് കൃഷിയാണ്. അവിടെ ഇതൊന്നും എടുക്കാറില്ല, അതുകൊണ്ട് തന്നെ എനിക്കാണ് കേട്ടോ ഇത് മൊത്തം എടുത്ത് തന്നു വിട്ടത്. പിന്നെ നമ്മുടെ കുറച്ച് റോസ, പിന്നെ കുറച്ച് ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ. അങ്ങനെ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഒന്ന് എടുത്തതാണ്. ഞാൻ അത് എടുക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നന്നായിട്ട് എടുക്കുന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാം.